പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരുന്നു. നാളെ 3-ാമത്തെ വെള്ളിയാഴ്ച പകലാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കട്ടെ, ആമീൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ. അതായത് വെള്ളിയാഴ്ച പുരുഷന്മാരും സ്ത്രീകളും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. വെള്ളിയാഴ്ച പുരുഷന്മാർക്ക് മാത്രം നിർബന്ധമാകുന്ന ചില കാര്യങ്ങളുണ്ട്. സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കേൾക്കാം. വെള്ളിയാഴ്ച ദിവസം, നാളെ ഇപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ, അപ്പോൾ ഇന്നേ നമ്മളിത് പഠിച്ചു വെക്കണം. മാത്രമല്ല, ഒരാൾ വെള്ളിയാഴ്ച 70 വട്ടം, വെള്ളിയാഴ്ച രാവിലും പകലിലും, അതായത് ഇന്നത്തെ രാവ് നാളെ പകൽ 70 വട്ടം ഒരു കുഞ്ഞൻ ദുആ അത് പറഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ അവൻ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ അത് പറഞ്ഞത് അതിൻ്റെ റിസൾട്ട് ഇൻഷാ അല്ലാഹ് 14 ദിവസത്തിനുള്ളിൽ അവൻ കാണും. ഇത് എൻ്റെ വകയല്ല കേട്ടോ, ഹദീസിലുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, അള്ളാഹുവിൻ്റെ 6 ഇസ്മുകൾ ചേർത്തിട്ടുള്ള ഒരു പുണ്യമായ ദുആ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം അമ്പോ വലുതാണേ, അതും കേൾക്കാം. മാത്രമല്ല, ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ എല്ലാ ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ പുരുഷന്മാർ പള്ളിയിലും സ്ത്രീകൾ വീട്ടിൽ വെള്ളിയാഴ്ച ളുഹർ നമസ്കാരം കഴിഞ്ഞും ചെയ്യേണ്ട ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യം. അപ്പോൾ എല്ലാ കാര്യവും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദമായി കേൾക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീൻ അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, കരുണാവാരിധിയായ റബ്ബ് തആല നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള കാവലും എല്ലാവിധ നിഅമത്തും ബറക്കത്തും ഒക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മരണത്തിലും മരണാനന്തര ജീവിതത്തിലും അല്ലാഹു തആല നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നിരവധി ആളുകൾ ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണേ, ഒരുപാട് പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, സങ്കടങ്ങളാണ്. അല്ലാഹുവേ, ഓരോ ആളുകളും നേരിട്ട് കണ്ടാൽ അവർ എത്ര പറഞ്ഞാലും അവർക്ക് മതിയാവാത്ത രൂപത്തിലാണ് ഓരോ വിഷമങ്ങളുള്ളത്, സങ്കടങ്ങളുമുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരുടെയൊക്കെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിക്കട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടവർക്കെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് ഇൻഷാ അല്ലാഹ് ഉള്ളത്. നാളെ 3-ാമത്തെ വെള്ളിയാഴ്ച പകലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന അമലുകൾ അതിലൊക്കെ ഒരുപാട് കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് മനസ്സറിഞ്ഞൊരു ഹംദ് പറഞ്ഞാലോ? അല്ലാഹു തആല നമുക്കൊക്കെ ഒരുപാട് നിഅമത്ത് തന്നതല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തന്നിട്ടുള്ള നിഅമത്തുകൾക്കൊക്കെ നന്ദിയായി നല്ലവണ്ണം ഹംദ് പറയാം. പറഞ്ഞോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അതൊക്കെ നീ നിലനിർത്തി തരണേ റബ്ബേ, അതൊന്നും നീ എടുത്തു കളയല്ലേ അല്ലാ. ആ നിഅമത്തുകൾ ഞങ്ങൾക്ക് നീ അധികരിപ്പിച്ച് തരണേ അല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള ബഹുമാനമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആത്മീയമായി ഒരുപാട് മുന്നേറാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? നമുക്കൊക്കെ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കണം, ദീനിയായിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി നമുക്ക് നല്ല ഭദ്രത ഉണ്ടാവണം, കടങ്ങൾ മാറണം, അങ്ങനെ ഒരുപാട് നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ പലപ്പോഴും അത് നടക്കുന്നില്ല എന്നാണ് സത്യം അല്ലേ? നമുക്ക് നിസ്കരിക്കണം, കൃത്യമായി നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഖുർആൻ എല്ലാ ദിവസവും ഓതണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാ ദിവസവും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പക്ഷെ പലപ്പോഴും നടക്കുന്നില്ല. അതെന്താണ്? അതിന് കാരണങ്ങൾ പലതുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ മുൻഗാമികൾ, നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ ആളുകൾ, നമ്മുടെ വല്ലുപ്പമാർ, വല്ലുമ്മമാർ, അവരുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ വേണ്ട അങ്ങോട്ട് പോകേണ്ട നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പായൊക്കെ, അവരൊക്കെ എത്രയോ നല്ല നിസ്കരിക്കുന്നവരായിരുന്നു, ഖുർആൻ ഓതുന്നവരായിരുന്നു അല്ലേ? എത്ര തിരക്കുണ്ടെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുന്ന, ളുഹാ നിസ്കരിക്കുന്ന, വിത്ർ നിസ്കരിക്കുന്ന എത്രയോ ഉമ്മമാരും ഉപ്പമാരും ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ല. എന്താ കാരണം എന്നറിയോ? അതിൻ്റെ ഒരു കാരണം മഹത്തുക്കൾ പറയുന്നു, അള്ളാഹു ആദരിച്ചതിനെ നമ്മൾ ആദരിക്കാത്തത് കൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. അള്ളാഹു ആദരിച്ച വസ്തുക്കളുണ്ട്,
ചില ആളുകളുണ്ട്, ചില സമയങ്ങളുണ്ട്, ചില ദിവസങ്ങളുണ്ട്, ചില മാസങ്ങളുണ്ട്. അതിനെയൊക്കെ നമ്മൾ ആദരിക്കുക, ബഹുമാനിക്കുക. അവിടെ അപ്പോഴും ആ ആദരവും ബഹുമാനവും നടക്കുന്നില്ല. അതാണ് പ്രശ്നങ്ങളുടെ കാരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പം നമ്മളുള്ളത് മുഹറം മാസത്തിൻ്റെ പുണ്യമായ ഒരു വെള്ളിയാഴ്ച രാവിലാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി ആ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ കടക്കുന്നു. നാളെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പകലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് നമുക്ക് ഉയരാൻ പറ്റണം. നമുക്ക് സാമ്പത്തികമായി നല്ല ഭദ്രത ഉണ്ടാവണം. നമ്മുടെ കടങ്ങളൊക്കെ മാറണം. നമ്മുടെ പ്രശ്നങ്ങളും രോഗങ്ങളൊക്കെ മാറണം. അതിന് എന്ത് ചെയ്യണം? അള്ളാഹു ആദരിച്ച ഈ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകലിനെ നാമും ആദരിക്കണം, ബഹുമാനിക്കണം. എങ്ങനെ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്? പല രൂപത്തിലുമുണ്ട്. അതായത് എങ്ങനെ ചെയ്യണം? ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ? ചില കാര്യങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ് നഖം മുറിക്കുക അല്ലേ? നഖം മുറിക്കുക. ഈ നഖം മുറിക്കുക എന്നുള്ള സുന്നത്ത് എത്ര പേരെടുക്കാറുണ്ട്? നമുക്കറിയാം വെള്ളിയാഴ്ച രാവിലെ നഖം മുറിക്കൽ സുന്നത്താണെന്നറിയാം. പക്ഷെ എത്ര പേര് നഖം മുറിക്കാറുണ്ട്? പലരും അങ്ങനല്ല. ചിലപ്പോൾ ബുധനാഴ്ചയാവാം, ചിലപ്പോൾ ചൊവ്വാഴ്ചയാവാം, ചിലപ്പോൾ ഞായറാഴ്ചയാവാം, ചിലപ്പോൾ ഞായറാഴ്ച രാവിലെ കല്യാണത്തിന് പോകുന്നതിന് മുമ്പാവും നഖം വെട്ടുന്നത്. അങ്ങനെയൊക്കെ നമുക്കറിയാമെങ്കിലും നമ്മൾ അതിനെയൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് ആയത്തുൽ കുർസി ഓതണമെന്ന് നമുക്കറിയാലോ, ഓതണമെന്നറിയാം. എത്ര പേര് ഓതുന്നു? അപ്പോൾ അറിയാവുന്ന കാര്യം തന്നെ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല ആദരിച്ച ഈ വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച പകൽ, ഇനിയുള്ള വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ നമ്മൾ ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഇനി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനൊരു കാര്യം പറയാം. ഈ വെള്ളിയാഴ്ച ആണുങ്ങൾക്ക് മാത്രം നിർബന്ധമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതുപോലെ പെണ്ണുങ്ങൾക്ക് മാത്രം നമുക്ക് ചെയ്യേണ്ട നിർബന്ധമായ കാര്യങ്ങളുണ്ട്. ആണിനും പെണ്ണിനും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. 3 വിഭാഗമാണ്. നമുക്കൊന്ന് പരിശോധിച്ചാലോ? വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കുക, അത് ആർക്കാണ് നിർബന്ധം? പുരുഷന്മാർക്കാണ്. സ്ത്രീകൾക്ക് ജുമാ നിസ്കാരം നിർബന്ധമല്ല. അവർക്ക് ളുഹ്ർ നിസ്കാരം വീട്ടിൽ തന്നെ നിസ്കരിക്കലാണ് വേണ്ടത്. ളുഹ്ർ നിസ്കാരം വീട്ടിൽ തന്നെ അവർ നിസ്കരിക്കലാണ് വേണ്ടത്. പുരുഷന്മാരെന്ത് ചെയ്യണം? അവർ നിർബന്ധമായും പള്ളിയിൽ പോയി തന്നെ ജുമാ നിസ്കരിക്കണം. ഇനി ആണിനും പെണ്ണിനും വെള്ളിയാഴ്ച നിർബന്ധമല്ലെങ്കിലും നിർബന്ധം പോലെ നമ്മൾ നമ്മൾ ചെയ്യേണ്ട അതിപ്രധാനപ്പെട്ട ചില സുന്നത്തുകളുണ്ട്. ഒന്നാമത്തേത് നഖം വെട്ടുക. ഇന്നിപ്പോൾ വ്യാഴാഴ്ച അസ്ർ നമസ്കാരം കഴിഞ്ഞ് നഖം വെട്ടിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം പറയുന്നത് വെള്ളപ്പാണ്ട് പോലുള്ള അസുഖങ്ങൾ, കുഷ്ഠരോഗം പോലുള്ള അസുഖങ്ങൾ, മറ്റ് ഈ ചർമ്മങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ശിഫാ കിട്ടുമെന്നാണ്. അതൊന്നേ, അത് ആണും ചെയ്യണം, പെണ്ണും ചെയ്യണം. പിന്നെ വെള്ളിയാഴ്ച പകൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ജുമഅക്ക് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. അത് ആണുങ്ങളും കുളിക്കണം. അതായത് ജുമഅക്ക് പോകുന്ന ആണുങ്ങളും കുളിക്കൽ സുന്നത്താണ്. പെണ്ണുങ്ങൾ ജുമഅക്ക് പോകുന്നില്ലെങ്കിലും അവരും വെള്ളിയാഴ്ച രാവിലെ കുളിക്കൽ പ്രത്യേകം സുന്നത്താണ്. കുളിക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കണം. എന്ത്? വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് കുളിക്കൽ പ്രത്യേകം സുന്നത്താണ്. 3ാമത്തേത് ആണിനും പെണ്ണിനും സുന്നത്തായ കാര്യമാണ് സുഗന്ധം ഉപയോഗിക്കുക. പുരുഷന്മാർ ഇപ്പോൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അത്രയും സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പോകും. എൻ്റെ ഉമ്മമാർ പ്രത്യേകം നിങ്ങൾക്ക് എപ്പോഴും ചിലപ്പോൾ അടുക്കളയിലായിരിക്കും അല്ലേ? എപ്പോഴും ചിലപ്പോൾ വിയർപ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക? കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ റൂമിൽ ഒരു അത്തർ മാറ്റി വെക്കുക. ഇപ്പോൾ അത്രക്ക് കിട്ടാൻ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല അല്ലേ? അത്ര കിട്ടാൻ ഇപ്പോൾ പ്രയാസമൊന്നുമില്ല. എത്രയോ അത്തറുകൾ കടകളുണ്ട്, വില കുറഞ്ഞതും കൂടിയതും ഒക്കെ ഉണ്ടാകും. നമുക്ക് നല്ല മണം നിൽക്കണമെന്നില്ല. എന്നാലും നമ്മുടെ ശരീരത്തിലുള്ള ആ വിയർപ്പിൻ്റെ ഗന്ധമൊക്കെ ഇല്ലാതിരിക്കാൻ, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരു വാസനയാവാതിരിക്കാൻ എന്ത് ചെയ്യുക? കുളിച്ച് കഴിഞ്ഞൊക്കെ അത്തർ പെരുട്ടുന്നൊരു സ്വഭാവം എൻ്റെ ഉമ്മമാർക്ക് പ്രത്യേകം ഉണ്ടാവണം. പ്രത്യേകിച്ച് നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ നിങ്ങളുടെ ആ നിസ്കാര കുപ്പായ ഇടുമല്ലേ, ആ നിസ്കാര കുപ്പായ ഇടുമ്പോൾ കുറച്ച് അത്രയൊക്കെ എടുത്തിട്ട് ആ നിസ്കാര കുപ്പായത്തിലൊക്കെ ഒന്ന് തേച്ച്, എന്ന് വെച്ചാൽ വാരി പൊത്തണമെന്നല്ല പറഞ്ഞത്. ചില ആൾക്കാർ നിസ്കാര കുപ്പായത്തൊക്കെ ഇങ്ങനെ കറയുണ്ടാകും, ആ അത്ര എടുത്തിട്ട് ഇങ്ങനെ തേക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ തേക്കുക. അത് വലിയൊരു സുന്നത്താണ്. അത് നമ്മൾ ചിലപ്പോൾ എല്ലാവരും പുറത്തു പോകുമ്പോൾ, ഒരു കല്യാണത്തിന് പോകുമ്പോൾ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പോകും. അത് വല്ല പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത്, കാരണം ഇത് നിങ്ങളും നിങ്ങളുടെ റബ്ബും തമ്മിലുള്ള സംഭാഷണമാണ്. അവിടെയാണ് നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് പ്രത്യേകിച്ച് നിസ്കരിക്കുന്ന സമയത്തൊക്കെ ഉമ്മമാർ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഉപ്പമാർ, ആണുങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ സുഗന്ധം ഉപയോഗിച്ചു പോകൽ പ്രത്യേകം സുന്നത്താണ്. ഇനി വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവിലും പകലിലും ആണിനും പെണ്ണിനും ഒക്കെ സുന്നത്തായ മറ്റൊരു കാര്യമാണ് സ്വതക്ക കൊടുക്കുക. വീട്ടിൽ പാവപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്ക് സ്വതക്ക കൊടുക്കുക. അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇനിയോ 5ാമത്തേത് സ്വലാത്ത് പറയുക. സ്വലാത്ത് നമുക്കറിയാമല്ലോ, ആണിനും പെണ്ണിനും ഒക്കെ ശക്തിമത്തായ സുന്നത്താണ്. വെള്ളിയാഴ്ച രാവിലും പകലിലും സ്വലാത്ത് അധികരിപ്പിക്കുക. പിന്നെ സൂറത്തുൽ കഹ്ഫ് ഓതുക.
പിന്നെയോ ദുആ അധികരിപ്പിക്കുക. ദുആ ഒരുപാട് വട്ടം അധികരിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാനൊരു ദുആ പറഞ്ഞു തരട്ടെ. ഈ ദുആയെ 6 അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അടങ്ങിയ ദുആയാണ്. അള്ളാഹുവിൻ്റെ 6 ഇസ്മുകൾ ആഡ് ചെയ്തിട്ടുള്ള പവിത്രമായ ദുആയാണ്. കടം മാറാൻ, സമ്പത്ത് കിട്ടാൻ, ആവശ്യങ്ങൾ നിറവേറാൻ, ഇങ്ങനെ ഒരുപാട് നിരവധി പ്രതിഫലങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന ഒരു ദുആയാണ്. ഈ ദുആ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ശനിയാഴ്ച രാവിലും ശനിയാഴ്ച പകലിലും ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച എല്ലാ ദിവസവും നിങ്ങൾക്ക് പറയാം. പ്രത്യേകിച്ച് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഉമ്മമാരെ നിങ്ങൾ ഈ ദുആ ഒന്ന് കാണാതെ പഠിക്കാൻ പറ്റിയ ഖൈറാണ്. പല ഉമ്മമാർക്കും ഈ ദുആ അറിയാൻ പറ്റും. ഇനി അറിയില്ലാത്തവർ ഒരു പേപ്പറിലേക്ക് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിസ്കാരം കഴിഞ്ഞിട്ട് ആ പേപ്പർ നോക്കി, അല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ദുആ ചെയ്യാം. ഏതാണ് ആ ദുആ? കേട്ടോ. അല്ലാഹുമ്മ യാ ഗനിയു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദ്. 6 പവിത്രമായ ഇസ്മുകൾ പറയുകയാണ്. കരുണയുള്ളവനെ, കരുണയുള്ള അല്ലാഹ്, അതുപോലെ തന്നെ സമ്പന്നനായ സമ്പത്ത് കൊടുക്കാൻ അധികാരമുള്ള അല്ലാഹ്, എല്ലാത്തിനും കഴിവുള്ള അല്ലാഹ്, എല്ലാ കാര്യങ്ങളും മടക്കിത്തരുന്ന അല്ലാഹ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്തു കൊടുക്കുന്ന റബ്ബേ. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ, അള്ളാഹിൻ്റെ പേരുകൾ, അള്ളാഹുവിൻ്റെ സിഫത്തുകളൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയുന്നു. അല്ലാഹുമ്മ യാ ഗനിയു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദ്. ഇത് 6 ഇസ്മുകൾ. അത് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്നു അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക വബിഹലാലിക അൻ ഹറാമിക്. ദാൻ അദ്വാ. ഒന്നുകൂടെ പറഞ്ഞാലോ, എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. അല്ലാഹുമ്മ യാ ഗനിയു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദ് അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക വബിഹലാലിക അൻ ഹറാമിക്. അല്ലാഹുവേ, ഹറാമിനെ തൊട്ട് കാക്കണേ അല്ലാ, ഹലാലിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ ഫളിൽ കൊണ്ട് നീ എന്നെ സമ്പന്നനാക്കണേ അല്ലാ. സമ്പന്നൻ എന്ന് പറഞ്ഞാൽ കുറേ കാശെന്നല്ല അർത്ഥം, അത്യാവശ്യം വേണ്ട സമ്പത്ത് മാത്രമല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകൾ ചെയ്യാൻ പറ്റണം. എല്ലാം അതിൽപ്പെടും. അപ്പോൾ അല്ലാഹുമ്മ യാ ഗനിയു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദ് അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക വബിഹലാലിക അൻ ഹറാമിക്. അപ്പോൾ ഈ ദുആ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അറിയാമെങ്കിലും അറിയില്ലെങ്കിലും പഠിച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിസ്കാരം കഴിഞ്ഞ്, പ്രത്യേകിച്ച് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ ഈ ദുആയും കൂടി ഒന്ന് ഉൾപ്പെടുത്തിക്കോ. തുടർച്ചയായിട്ട് ചെയ്തോ, നേട്ടങ്ങൾ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ കാര്യം പഠിച്ചില്ലേ? ഇനി പുരുഷന്മാർ, നമ്മളിപ്പോൾ പറഞ്ഞു വന്ന വിഷയം മാറിപ്പോയില്ല, പുരുഷന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എന്താണ്? പള്ളിയിലേക്ക് നേരത്തെ പോവുക. ജുമഅക്ക് വേണ്ടി പള്ളിയിലേക്ക് നേരത്തെ പോവുക. അതുപോലെ തന്നെ ഖബർ സിയാറത്ത് ചെയ്യുക. ഉമ്മമാരെന്ത് ചെയ്യുക? മരണപ്പെട്ട നമ്മുടെ ഉമ്മ, വാപ്പ, നമ്മുടെ സഹോദരൻ, സഹോദരി, അതുപോലെ തന്നെ നമ്മുടെ ജ്യേഷ്ഠൻ, അനുജന്മാരൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ ഭർത്താവ് ഉണ്ടാകും, മക്കളുണ്ടാകും, മരുമക്കൾ, പേരെ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് പേര് മരണപ്പെട്ടു. അവർക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യുക? വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരു യാസീൻ ഓതിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫാത്തിഹ ഓതിയിട്ടോ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാനും മറന്നു പോകേണ്ട. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലും ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ഫാത്തിഹയോ യാസീൻ ഓതിയിട്ടോ ദുആ ഇറക്കുക. ഇനി മറ്റൊരു കാര്യം കേട്ടോ, ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട്, ഇപ്പം നാളെ വെള്ളിയാഴ്ച, ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് എൻ്റെ വാപ്പമാരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരുപാട് പേര് അറിയാമായിട്ടും ചെയ്യുന്നില്ല. കാരണം എന്താ? അവർക്ക് തിരക്കാൻ. ജുമാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ദുആക്ക് പോലും ഇരിക്കാൻ പറ്റാതെ ആളുകൾ ഓടുകയാണ്. കാരണം തിരക്കാണ്. അവിടെയാണ് അല്ലാഹു താല പിടിക്കുന്നത്. അല്ലാഹു താല പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനും ദുന്യാവും, നിങ്ങളുടെ കച്ചവടവും കുടുംബവും സുരക്ഷിതമാവണോ? അടുത്ത ജുമുഅ വരെ ആപത്ത് മുസീബത്തിനെ തൊട്ടുള്ള കാവൽ വേണോ? എന്ത് ചെയ്യണം? നാളെ വെള്ളിയാഴ്ച ദിവസം, നാളെ ജുമാ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ സലാമൊക്കെ വീട്ടി ഉസ്താദിൻ്റെയൊക്കെ ദുആ ഉണ്ടാകും. അത് കഴിഞ്ഞ് എഴുന്നേക്കല്ലേ, പോകല്ലേ, അവിടെ തന്നെ ഇരിക്കുക. വേണമെങ്കിൽ സുന്നത്ത് നിസ്കരിക്കാൻ എഴുന്നേറ്റിട്ട് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുക. ഒരു 5 മിനിറ്റ് പോലും വേണ്ട. എന്ത് ചെയ്യണം? 7 വട്ടം സൂറത്തുൽ ഫാത്തിഹ, 7 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, 7 പ്രാവശ്യം സൂറത്തുൽ ഫലഖ്, 7 പ്രാവശ്യം സൂറത്തുൽ നാസ്, 4 സൂറത്ത് 7 വട്ടം വീതം ഓതുക. എന്നിട്ട് ദുആ ചെയ്യാം. എന്ത് കാര്യം ചോദിച്ചാലും അല്ലാഹു തആല നിർവഹിച്ചു തരും. ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകളെ, ഉമ്മമാരെ, നിങ്ങൾക്കും ചെയ്യാം. ഉമ്മച്ചിമാരെന്ത് ചെയ്യുക? നിങ്ങൾ ദുഹർ നിസ്കാരം, വെള്ളിയാഴ്ച ഉച്ചക്കുള്ള ദുഹർ നിസ്കാരം അത് കൃത്യമാക്കുക, അത് താമസിപ്പിക്കരുത്.
താമസിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളത് നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ സൂറത്തുൽ ഫാത്തിഹ 7, സൂറത്തുൽ ഇഖ്ലാസ് 7, സൂറത്തുൽ ഫലക്ക് 7, സൂറത്തുൽ നാസ് 7. അപ്പോൾ ഈ 4 സൂറത്തും 7 പ്രാവശ്യം വീതം ഓതുക. ഓതിയിട്ട് ദ്വാരക്ക, പഠിച്ചോനെ എൻ്റെ കാര്യം, എൻ്റെ മക്കളുടെ കാര്യം, അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ്, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കടങ്ങൾ അതൊക്കെ മാറ്റിത്തരണേ, എൻ്റെ കുടുംബത്തിൽ ഐശ്വര്യം തരണേ, കുടുംബ പ്രശ്നങ്ങൾ മാറ്റണേ എന്നൊക്കെ പറഞ്ഞ് ദ്വാ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വലിയ ഖൈറുണ്ടാകും. ഇപ്പോൾ 2 കാര്യം പഠിച്ചില്ലേ? ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി പിടിച്ചോ. മൂന്നാമത്തത്, ഒരു മനുഷ്യൻ, ഒരാൾ, നാളെ വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ച ഒരാൾ 70 വട്ടം, വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ 70 പ്രാവശ്യം ഇനി പറയുന്ന ഒരു ചെറിയൊരു ദുആ, ആ ദുആ പറഞ്ഞാൽ അത് പറഞ്ഞ്, അതായത് നാളെ വെള്ളിയാഴ്ചയാണ് കേട്ടോ പറയേണ്ടത്. നാളെ വെള്ളിയാഴ്ച ഏത് സമയത്ത് വേണമെങ്കിലും പറയാം. 70 വട്ടം പറയണം. പറഞ്ഞിട്ട് 14 ദിവസത്തിനുള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സമ്പത്തിൽ ബറക്കത്ത് കൊടുക്കും, വീട്ടിൽ ഐശ്വര്യം കൊടുക്കും, അവൻ്റെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാഹു തുറന്നു കൊടുക്കും, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും, മക്കളുടെ കാര്യത്തിൽ ഖൈറുണ്ടാകും, മക്കളുടെ വിവാഹം, മക്കളുടെ ജോലി അതൊക്കെ എല്ലാം സലാമത്തിലാകും, പ്രശ്നപ്രയാസങ്ങൾക്കുള്ള പരിഹാരമാകും. എന്ത് ചെയ്യണം? അപ്പം നാളെ വെള്ളിയാഴ്ച പകൽ ഏതെങ്കിലും ഒരു സമയത്തിരുന്ന് 70 വട്ടം തുടർച്ചയായി തന്നെ ഇരുന്ന് ചൊല്ലണമെന്നില്ല. വെള്ളിയാഴ്ച നാളെ പകൽ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്താലും മതി. എന്ത്? 70 വട്ടം ചൊല്ലണം. എന്താണ് പറയേണ്ടത്? അല്ലാഹുമ്മ അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക വബിഹലാലിക അൻ ഹറാമിക്. നേരത്തെ നമ്മൾ പറഞ്ഞ ദുആഇന്റെ ഏകദേശം ഒരു രൂപമാണ്. ഇത്രേ ഉള്ളൂ. അല്ലാഹുമ്മ അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക വബിഹലാലിക അൻ ഹറാമിക്. ഒന്നുകൂടി, അല്ലാഹുമ്മ അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക വബിഹലാലിക അൻ ഹറാമിക്. ഒന്നുകൂടി, അല്ലാഹുമ്മ അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക വബിഹലാലിക അൻ ഹറാമിക്. ഈ ദുആ 70 വട്ടം. അല്ലാഹുവേ പടച്ചവനെ, എന്നെ നീ നിന്റെ ഫദ്ല് കൊണ്ട് നീ എന്നെ അഗ്നിനി, നീ എന്നെ എന്താണ് ഒനിയാക്കണം. ഒനി എന്ന് പറഞ്ഞാൽ സമ്പന്നൻ എന്നർത്ഥം വെക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറിയ ഒരു മനുഷ്യൻ, എല്ലാ പ്രതിസന്ധിയും മാറിയ ഒരാളാക്കി മാറ്റണം. അല്ലാഹുവേ, ഹറാമായ കാര്യങ്ങളെ തൊട്ടുള്ള കാവൽ തരണം, ഹലാലിലേക്ക് അടുപ്പിക്കണം എന്നൊക്കെയുള്ള അർത്ഥമാണത്. അല്ലാഹുമ്മ അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക വബിഹലാലിക അൻ ഹറാമിക്. ഈ ദുആ 70 വട്ടം ഇൻഷാ അല്ലാഹ് നാളത്തെ പകൽ ഏതെങ്കിലും ഒരു ദിവസം, ഈ വെള്ളിയാഴ്ച പകലിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ, ഇന്നത്തെ രാവിലും ചൊല്ലാം, നാളെ പകലിലും ഏത് സമയത്തും ചൊല്ലാം. 70 വട്ടം ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ദ്വാരക്കുക. 14 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് റിസൾട്ട് കാണാം. അപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചില്ലേ? 3 കാര്യങ്ങൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. പറ്റുന്നതുപോലെയൊക്കെ ചെയ്യുക. അൽഹംദുലില്ലാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞാൻ പറയുന്നതും നമ്മളൊക്കെ കേൾക്കുന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ, ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ, കടങ്ങൾ എല്ലാം അല്ലാഹു തആല മാറ്റി ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നൽകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ ആമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യണോട്ടാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖൈറിലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.